ദൈവത്തിന്റെ സ്വന്തം നാട്. പക്ഷേ ഇന്ന് ആ നാട് ഉണരുന്നത് ഞെട്ടലോടെയാണ്. ഇവിടെയുള്ള ഓരോ മനുഷ്യരുടെ ജീവിതത്തിനും യാതൊരു വിലയുമില്ലാതാവുകയാണ്. നാം എന്തൊക്കെയാണ് ദിവസവും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ എത്രമാത്രം അർത്ഥവത്താണ്. കേരളം ഒരു ഭ്രാന്താലയമാണ്. സത്യം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവന് യാതൊരു വിലയുമില്ലാത്ത സാക്ഷരതയിൽ മുൻപന്തിൽ നിൽക്കുന്ന സംസ്ഥാനം. എന്തിനാണ് നമുക്ക് ഈ ബഹുമതി? സാക്ഷരതയിൽ നാം ഏറെ മുമ്പിലാണ്. പക്ഷേ ഇവിടെ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയുമില്ല. മൃഗങ്ങളെ കൊല്ലും പോലെ മനുഷ്യനെ കൊന്നു തള്ളുകയാണ്. പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ചെയ്യുന്ന ഒരാൾക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ എന്നും അയാളുടെ മനസ്സിൽ കൃത്യമായ ബോധ്യമുണ്ട്. ഒരാളെ കൊന്നാലും രണ്ടുപേരെ കൊന്നാലും ശിക്ഷ ഒരുപോലാണ്. സുഖമായി ജയിലിൽ കഴിയാം, സമാധാനമായി ജീവിക്കാം, ഒന്നും അറിയണ്ട. എന്ത് സുഖമാണ്! ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ളത് പഴയൊരു പല്ലവി മാത്രമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് കേരളം അച്ഛന്റെ കഴുത്തിറക്കുന്ന മക്കളുടെയും ഉടപ്പറപ്പുകളെയൊക്കെ വെറും മൃഗങ്ങളെ പോലെ തല്ലിക്കൊല്ലുന്ന യാതൊരു ദാക്ഷിണ്യമില്ലാത്ത ആളുകളുടെ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എവിടെ വെച്ചാണ്, ആരുടെ കൈകൊണ്ടാണ് നമ്മളൊക്കെ കൊല ചെയ്യപ്പെടുന്നതെന്ന് പറയാൻ സാധിക്കില്ല. എത്രയൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും തീർത്തും ബോധമുള്ളവൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഇത്രമാത്രം ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവന് സാധിക്കില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരുവനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. എങ്ങനെയാണോ അവരൊക്കെ കൊലപ്പെടുത്തിയത് അങ്ങനെ തന്നെ ഒരു മരണം അവന് നൽകണമായിരുന്നു. നിയമത്തിന് കഴിയില്ലെങ്കിൽ ഇനിയെങ്കിലും മനുഷ്യന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക. എത്രയോ നിരപരാധികളെ മനുഷ്യ സദാചാര പോലീസ് ചമഞ്ഞ് കൊന്നുകളഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? എത്രമാത്രം വാർത്തകളാണ് കേട്ടുപോകുന്നത്. ഈ മാസം തന്നെ ഇത് എത്രാമത്തെ കഴുത്തറപ്പും കൊലപാതകവുമാണ്. ഒരാൾക്കെങ്കിലും ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ മറ്റൊരാൾ ഇത് ചെയ്യില്ലായിരുന്നു. ശരിക്കും കുറ്റം ചെയ്യുന്നവരല്ല, മറിച്ച് ഇങ്ങനെയുള്ളവരെ സമൂഹത്തിലേക്ക് വളർത്തിവിടുന്നവർ തന്നെയാണ് കുറ്റക്കാർ. ആ അമ്മൂമ്മയെ കൊല്ലാൻ നേരം അവന്റെ മനസ്സ് വിറച്ചില്ലല്ലോ, കൈകൾ വിറച്ചില്ലല്ലോ. ആ കൂടപ്പറപ്പിനെ എങ്ങനെയാണ് അവന് കൊല്ലാൻ സാധിച്ചത്? ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതിനെ കൂടി കൊന്നു കളഞ്ഞത്? ഇങ്ങനെ എത്ര പേരെ അവൻ കൊല്ലുകയുണ്ടായി. അവന്റെ മനസ്സിന് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലതുപോലെ ബുദ്ധിപരമായി ചിന്തിച്ച് തന്നെയാണ് അവൻ ഇതെല്ലാം ചെയ്തത്. എന്തേ ജീവിക്കണ്ടായിരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്ക് മടങ്ങിയാൽ പോരായിരുന്നു? എന്തിനായിരുന്നു ഇത്രമാത്രം ക്രൂരകൃത്യം ചെയ്തത്? ഇങ്ങനെയുള്ളവനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഉള്ള വാർത്തകൾ ഇനി വന്നുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനിക്കുക. നമ്മെ ആരും ഭരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഭരിക്കുന്നത്? നമുക്ക് എന്ത് സംരക്ഷണമാണ് ഇവിടെ നൽകപ്പെടുന്നത്?